ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മനോഹരനെയും കൂട്ടിക്കൊണ്ട് രാഹുൽ കല്യാണത്തെ മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിഷയുടെ അച്ഛൻ ചോദിക്കേണ്ട, രാഹുലെ തനിക്ക് റോഹനെ നേരത്തെ അറിയാമായിരുന്നു ചോദിക്കുമ്പോൾ, പിന്നെ എനിക്കറിയില്ലായിരുന്നു മനുവാണ് തൻ്റെ മോളെ കെട്ടണേന്ന് എന്ന് പറയുമ്പോഴേക്കും മനുവോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാഹുൽ അതെ മനു, റോഹന നമ്മൾ ബിസിനസ് ഗ്രൂപ്പിലൊരു പേരുണ്ട്, മനുമോൻ അങ്ങനെയാണ് വിളിക്കണത്. അതെ 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 അങ്കിള് പറഞ്ഞത് ശരിയാ, എന്നെ മനുമോൻ എന്നാ കൂടുതൽ ആൾക്കാരെ വിളിക്കണത്. ഓ അങ്ങനെ, ഞങ്ങൾ എന്താന്ന് വിചാരിച്ച്. എന്നാ വാ അകത്തേക്ക് കയറാം എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ മനുവിൻ്റെ കാലൊക്കെ കഴുകി കൊടുത്തിട്ട് പൊക്കെയൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ മനു പറയുന്നുണ്ട്, എടോ ചളവാക്കരുത്, വായേന്ന് ആവശ്യത വർത്താനൊന്നും പറയരുത്, ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ, എന്ത് പറയാനാ, നിന്റെ ഒറിജിനൽ പേരിനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയാണ്. ശരി ശരി മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് മനോഹര കൂട്ടുകാരോട് ചോദിക്കേണ്ട സ്ഥാനം എടുത്ത്, എടാ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടല്ലോടാ. റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല മുന്തിയ വീടല്ലേ എടുത്തേക്കണത്, പിന്നെ അല്ലാണ്ട് നല്ല വലിപ്പമുള്ള വീട് തന്നെ എടുത്തേക്കണത്. പിന്നെ വീടിൻ്റെ വാടക 50,000 രൂപ ഞാൻ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാസം 20,000 രൂപയാണ് വാടക. അത് നീ കൊടുത്തോളണം കേട്ടോ എന്ന് പറയുമ്പോൾ മനോഹർ വേണ്ട, അതൊക്കെ ഞാൻ കൊടുത്തോളാടാ. സരയൂനെ ഒരുപാട് ജ്വല്ലറി, ഒരുപാട് ആഭരണങ്ങളുണ്ട്. കമ്മലാണെങ്കിൽ പുഴുക്കൾ പെരുകണ പോലെ ആ പെട്ടിയിൽ കൂട്ടി 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 വെച്ചിരിക്കണത്. അതേ 5 ഞാൻ എപ്പോഴും മുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന് 1-2 എടുത്താലും കുഴപ്പമൊന്നുമില്ല, അവൾ അറിയാൻ പോകണമെന്നില്ല. ആ കമ്മൽ കാണുന്നില്ലല്ലോ എന്ന് പറയട്ടെ, അവളത് മറന്നു പോയിക്കോളും. നിന്റെ ഒരു കാര്യം, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് വിട്ട് അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രാഹുലിനോട് മനോഹർ പറയണ്ടോ, താൻ ഇവിടെ നിൽക്കാണ്ടേ പുറത്തു പോയി നിൽക്കുക, പരിചയക്കാരും വരുന്നുണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കണം. അതിനെ പരിചയക്കാർ വരാനൊന്നും ചാൻസ് ഇല്ലല്ലോ, ആകെ കുറച്ച് പേരല്ലേ കല്യാണം വിളിച്ചിട്ടുള്ളൂ എന്ന് രാഹുൽ പറയാണ്. അതെ, എന്നാലും പരിചയക്കാരെങ്കിലും വരുമെങ്കിലോ, താനൊരു കാര്യം ചെയ്യും, പുറത്തെങ്ങനെ പോയി നിൽക്ക്, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നെ പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് രാഹുൽ പുറത്തേക്ക് പോയി നിൽക്കുക കേട്ടോ. അതിനുശേഷം മനോഹർ സനലിൻ്റെ കൂടെയൊക്കെ നീന്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നിഷയുടെ അമ്മ ഓടിപ്പോയിട്ട് നിഷയെടുത്ത് പറയുന്നുണ്ട്, എടി മോളെ, ദേ പയ്യൻ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് അവനെ കാണാൻ. പിന്നെ എപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പോലെ അല്ല കേട്ടോ, ഇന്ന് അവൻ്റെ കല്യാണ വേഷത്തിൽ കാണാൻ എന്ത് ഭംഗിയാ. നമ്മുടെ ബന്ധുക്കളൊക്കെ അവനെ കാണേണ്ടതായിരുന്നു, അത്ര ഭംഗിയുണ്ട് അവനിന്ന് കാണാനായിട്ട്. ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച പോലെ ഞങ്ങളുടെ മരുമോനെ കാണാനായിട്ട് എന്ന് പറയുവാണ്. ആ സമയത്ത് ബന്ധുക്കളായിട്ടുള്ള കുറച്ച് പെണ്ണുങ്ങൾ അവിടെ ഉണ്ടല്ലോ, അവർ പറയുന്നുണ്ട്, സാരമില്ല അമ്മായി, റിസപ്ഷന് എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കാണാലോ. അത് ശരിയാ, എല്ലാം എൻ്റെ മോളുടെ ഭാഗ്യം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കണക്കിൽ എല്ലാവരും വിളിക്കാതെ നന്നായി, അല്ലെങ്കിൽ രോഹൻ മോനെ കണ്ണ് കിട്ടും, അങ്ങനത്തെ മൊഞ്ച രോഹൻ മോന എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം നമ്മുടെ നിഷ പറയണ്ടേ, അമ്മേ അവളെങ്ങാനും കല്യാണത്തിന് വരും, ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അവളെ അകത്തേക്ക് കയറ്റാൻ പാടില്ലെന്ന്. വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും മോള് പേടിക്കേണ്ട, അവള് വന്നാലും അവളെ ഞാൻ അകത്ത് കയറ്റി വിടാൻ പോകണമെന്നില്ല എന്ന് നിഷയുടെ അമ്മ പറയുക കേട്ടോ. അങ്ങനെ കല്യാണത്തിന് നമ്മുടെ നിഷയും അതുപോലെ തന്നെ കല്യാണിയും വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, നിഷ മനസ്സിൽ വിചാരിക്കേണ്ടത്, അടുത്തുള്ള ആളെ വിളിച്ചിട്ടുണ്ടല്ലോ കല്യാണം, പിന്നെ അയാളെങ്ങനെ ഇവിടെ ഉണ്ടാകും എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കല്യാണി പറയുന്നുണ്ട് നിഷയെടുത്ത്, അതെ എന്താണ് ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ നിഷയിലെ മേഘ്ന പറയണ്ട്, അത് ഞാൻ ചേച്ചിത് പറഞ്ഞില്ലേ, കല്യാണ ചെക്കൻ്റെ അമ്മാവൻ മരിച്ചെന്നാണ് പറഞ്ഞത്, അമ്മയുടെ ചേട്ടനെ, അതുകൊണ്ട് ബന്ധുക്കളാരും വരില്ലെന്ന് അച്ഛൻ പറയണ്ടായിരുന്നു, അച്ഛനെ ഫോൺ വിളിച്ചപ്പോൾ. അങ്ങനെയാണോ, എങ്കിലും കുറച്ച് പേരെങ്കിലും കാണണ്ടേ. സാരില്ല കല്യാണ ചേച്ചി, നമുക്ക് ഇവിടെ എങ്ങനെ നിന്നാലോ, ഇവിടെ നിന്നിട്ട് കല്യാണം കണ്ടാൽ പോരെ. പോരാ, നമുക്ക് അകത്ത് കയറി കല്യാണം കാണാം എന്ന് കല്യാണി പറയുക കേട്ടോ. അത് അമ്മ കണ്ട ഒരു പ്രശ്നവും നീ വാ, നമുക്ക് ആരും കാണണ്ടേ അകത്ത് കയറാം എന്ന് പറയാണ്. പെട്ടെന്ന് രാഹുൽ ഇവരെ കാണുന്നുണ്ട്. രാഹുൽ അപ്പത്തിന് ഇവളോ, കല്യാണിയും കൂടെ ശിവദാസിന്റെ മൂത്ത മോളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രാഹുൽ പെട്ടെന്ന് ഓടിപ്പോകാട്ടെ മനോഹർ അപ്പം സനലെടുത്ത് ഓരോരോ കളിചേരി തമാശകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. രാഹുൽ പറഞ്ഞേടാ, എവിടെയെങ്കിലും പോയി ഒളിച്ചോടാ, എന്താ പരിചയക്കാരെങ്കിലും ആരെങ്കിലും വന്നോ? പരിചയക്കാരില്ല, നിന്റെ ഫുൾ ഹിസ്റ്ററി അറിയാവുന്ന ഒരാൾ വന്നിട്ടുണ്ട്. ആര്? അവള് നമ്മുടെ അയൽ വീട്ടിൽ താമസിക്കുന്ന കല്യാണി, അവളുടെ കൂടെ ആ ശിവദാസന്റെ മൂത്ത മോളുണ്ട്, ഒളിച്ചോടി പോയെന്ന് പറഞ്ഞവള് മേഘ്ന, അവളും ഉണ്ടെന്ന് പറയാണ്. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് മനോഹർ ചോദിക്കുമ്പോൾ, അതാ പറഞ്ഞ എടുത്ത് എവിടെയെങ്കിലും പോയി ഒളിക്കാനായിട്ട്. ഇനി ഈ സമയത്ത് എവിടെ പോയി ഒളിക്കാനാണ്, എവിടെയെങ്കിലും പോയി ഒളിക്കടാ എന്ന് പറയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്.
ഇതിനോട് മനോഹറാണെങ്കിൽ കയ്യും കാലൊക്കെ പറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാണ് നടക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ നിഷയുടെ അച്ഛൻ വരുന്നുണ്ട്. അല്ല, എവിടെ പോകുന്ന കാര്യമോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും രാഹുൽ പറയണ്ട, അതെ വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളാണ്, പക്ഷേ കല്യാണത്തിന് മുഹൂർത്തം എടുത്തപ്പോൾ അവനൊന്ന് ബാത്റൂമിൽ പോകണമെന്ന്, അതുകൊണ്ട് ഞാൻ ബാത്റൂം എവിടെയെന്ന് പറയായിരുന്നു, എത്രയും പെട്ടെന്ന് പോയിക്കോന്ന് പറയായിരുന്നു. ഓ അങ്ങനെയാണോ, ആ മോനെ ബാത്റൂം പുറത്തുണ്ട്. പുറത്തു കൊണ്ട് എന്ന് രാഹുൽ പറയണം. അതെന്താ? അല്ല, കല്യാണ മണ്ഡപത്തിലെ വലതുകാലം വെച്ച് ഇപ്പൊ കേറിയല്ലേ ഉള്ളൂ തന്റെ മരുമോനാവാൻ പോകുന്ന ആള്. ആ സമയത്ത് വീണ്ടും പുറത്തേക്ക് പോകുന്നത് ശുഭലക്ഷണമല്ല. അകത്ത് ബാത്റൂം ഇല്ലേ? ആ അകത്തുണ്ട്. പുറത്തെ ബാത്റൂം കുറച്ച് വൃത്തിയുണ്ട്, വലിപ്പമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ അതൊന്നും സാരമില്ല അങ്കിളെ, ഞാൻ അകത്ത് ബാത്റൂമിൽ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് മനോഹർ ബാത്റൂമിൽ പോകാൻ വേണ്ടി അകത്തേക്ക് ഓടുവാട്ടോ. ആ സമയത്ത് നിഷയുടെ അച്ഛൻ വേണ്ട, എന്ത് ചെയ്യാനാ, എന്തൊക്കെ ബിസിനസ് നടത്തണമെന്ന് പറഞ്ഞാലും ആൾക്ക് ഭയങ്കര ടെൻഷനാണല്ലോ എന്ന് പറയുമ്പോൾ അതെ അതെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ആക്കിക്കൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം രാഹുൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കല്യാണെടുത്തും മേഘയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ദേ ഇവളെയും വിളിച്ചോണ്ട് പോകാൻ നോക്ക്. ആ ശിവദാസിന്റെ ഭാര്യ എങ്ങനെ ഇവളെ കണ്ടാലുണ്ടല്ലോ, മേഘ്നെ കണ്ടാലുണ്ടല്ലോ വലിച്ചു കീറും എന്ന് പറയുമ്പോഴേക്കും എന്ന് വെച്ചിട്ട് കല്യാണി പറയുന്നുണ്ട്, എന്ന് വെച്ചിട്ട് അനിയത്തിയുടെ കല്യാണം ചേച്ചിക്ക് കാണണ്ടേ? എടി നീ ഇവളെ വിളിച്ചിട്ട് പോകാൻ നോക്ക്. ഇവളെ ആരാണെന്ന് തനിക്ക് അറിയാവോ? ആ എനിക്കറിയാം, ശിവദാസിന്റെ മൂത്ത മോള്, അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ പോകാൻ നോക്ക്. ഇല്ലില്ല ഞങ്ങൾ പോകില്ല, ഞങ്ങളെ കല്യാണം കാണിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ രാഹുൽ ഇങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ശിവദാസിനാണെന്നുണ്ടെങ്കിൽ നിഷയുടെ അമ്മടുത്ത് പറയുന്നുണ്ട്, മേക്കപ്പ് റൂമിൽ കയറി പറയുന്നുണ്ട്, അതെ അവള് വന്നിട്ടുണ്ട് മേഘന. അവള് വന്നു, അവൾ അടിച്ചു ഓടിക്കും മനുഷ്യ എന്ന് പറയാണ് നിഷയുടെ അമ്മ. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, അതെ അവള് കല്യാണം കാണാൻ വേണ്ടി വന്നതല്ലേ, കല്യാണം കണ്ട് അനുഗ്രഹിച്ചിട്ട് പോട്ടെ. പിന്നെ അവൾ അനുഗ്രഹിക്കാൻ വന്നതല്ല, ചെക്കൻ്റെ വീട്ടുകാരാണെങ്കിലുണ്ടെങ്കിൽ അവളുടെ കഥകളൊക്കെ പറയട്ടെ, കല്യാണം മുടക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ അവൾ അങ്ങനെയൊന്നും വന്നതല്ലടി, അവള് നിഷേനൊന്ന് കാണണം, അവളുടെ കല്യാണം കാണണം, അതിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ അവളിവിടെ നിന്ന് അടിച്ച് നിങ്ങൾ ഓടിക്കുന്നോ അതോ ഞാൻ ഓടിക്കണോ എന്നിങ്ങനെ പറയാണ്. എടി നീ ഒന്ന് അടങ്ങ്, അവളൊന്ന് കല്യാണം കണ്ടിട്ട് പോട്ടെ എന്ന് പറയുന്നുണ്ട്. നിഷയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് അടങ്ങ് മനുഷ്യ, അവള് കല്യാണം കാണണ്ട, ഒന്നും കാണണ്ട, നിങ്ങൾ വരാൻ നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് നിഷ പറയുന്നുണ്ട്, അത് അമ്മേ അവളെ മണ്ഡപത്തിൽ കേട്ടരുത്, ഇറക്കി ഓടിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ മോളിങ്ങനെ തുടങ്ങുവാണോ? അതെ അവളെൻ്റെ കല്യാണം കാണണ്ട എന്ന് നിഷയും പറയുക കേട്ടോ. അതിനുശേഷം നിഷയുടെ അച്ഛനടുത്ത് പറയണ്ട, അമ്മ നിങ്ങൾ വാ മനുഷ്യ, അവളെ ഇപ്പം തന്നെ അടിച്ചു കൊടുക്കണം, വിലാസിനി ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളൊന്നും പറയണ്ട എന്ന് പറയാണ്. അതേസമയം കല്യാണി മേഘ്നയുടെ അടുത്ത് പറയണ്ട, മേഘ്നെ നമുക്ക് അകത്ത് കയറി കല്യാണം കാണാം, നീ സായുടെ മുന്താണി കൊണ്ട് മുഖം മറച്ചു എന്ന് പറയാണ്. ഞാനും മുഖം മറയ്ക്കാം എന്ന് പറഞ്ഞിട്ട് കല്യാണി ഇങ്ങനെ രണ്ടുപേരും മുഖം മറയ്ക്കാം കേട്ടോ. ആ സമയത്ത് നിഷയുടെ അമ്മ ഓടിപ്പടിഞ്ഞ് വരുവാണ്. എടി നിക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട് വരുവാട്ടോ. നിഷയുടെ അച്ഛൻ പുറകിൽ വരുന്നുണ്ട്. വിലാസിനി എന്ന് പറഞ്ഞിട്ട് പുറകിലേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. നിങ്ങളൊക്കെ ആര് വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുമ്പോൾ, അമ്മേ ഞാനൊന്ന് അവളുടെ കല്യാണം ഒന്ന് കണ്ടോട്ടെ അമ്മേ. ആരാടി നിന്റെ അമ്മ? അവളുടെ കല്യാണം നീ കാണണ്ട എന്ന് പറയാണ്. ആ സമയത്ത് കല്യാണി പറയണ്ട, അത് ഇവിടത്തൊക്കെ ന്യായമാണ്, അനിയത്തിനെ ചേച്ചി കാണാൻ പറ്റുമെന്ന് പറയാം, നിങ്ങളതിന് ആരാണ് എന്നിങ്ങനെ നിഷയുടെ അമ്മയുടെ അടുത്ത് കല്യാണി ഇങ്ങനെ വെട്ടി തുറന്നിങ്ങനെ ചോദിക്കുന്നിടത്താണ്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.